ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ജീവനുള്ള വചനം അനുഗ്രഹം പോലെ പെയ്തിറങ്ങുന്ന കർത്താവിൻ്റെ അഭിഷേകമുള്ള ശബ്ദം ജീവിതത്തെ അനുഗ്രഹത്തിൻ്റെ തീരത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധമായ തിരുവചനത്തിൻ്റെ മണിക്കൂറിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം 15-ാം തിരുവചനം. കർത്താവേ, എന്നെ അനുസ്മരിക്കണമേ. കർത്താവേ, എന്നെ സന്ദർശിക്കണമേ. ജെറമിയ 15:15 കർത്താവേ, എന്നെ അനുസ്മരിക്കണമേ. കർത്താവേ, എന്നെ സന്ദർശിക്കണമേ. ഈ മണിക്കൂറിൽ ദൈവം നമ്മളെ അനുസ്മരിക്കുമാറാകട്ടെ. ഈ മണിക്കൂറിൽ ദൈവം നമ്മുടെ അരികിലേക്ക് അണഞ്ഞ് നമ്മളെ സന്ദർശിക്കുമാറാകട്ടെ. ദൈവം അനുസ്മരിക്കുകയും ദൈവം സന്ദർശിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളൊക്കെയും ആശീർവദിക്കപ്പെടും. നമ്മുടെ ജീവിതം കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും കൂടുതൽ ദൈവ പരിപാലനയിലേക്ക് വളരും. അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ നമുക്ക് ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടേയിരിക്കാം. ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടേയിരിക്കുന്നത് അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ വചനം വായിച്ചു കൊണ്ടിരിക്കുന്നത് അനുഗ്രഹമാണ്. ഈ ദൈവത്തിൻ്റെ തിരുവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹമാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് യുവജനങ്ങൾക്ക് വേണ്ടി ഒരു ധ്യാനം തുടങ്ങുന്നതിൻ്റെ ആദ്യ ദിവസം ഏറ്റവും മുമ്പിലിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ വളരെ അസ്വസ്ഥനായി. അവൻ്റെ സ്വഭാവം പെട്ടെന്ന് മാറുകയാണ്. അവൻ കൂടെ ഇരിക്കുന്നവരെ അസ്വസ്ഥരാക്കുകയാണ്. പരിശോധിക്കുമ്പോൾ ഒരു കാര്യം പിടികിട്ടി. അവൻ്റെ പോക്കറ്റിൽ ഒരു മൊബൈൽ ഫോണുണ്ട്. ആ മൊബൈൽ ഫോൺ ശബ്ദിച്ചതാണ് അവൻ അസ്വസ്ഥനായതിൻ്റെ മുഴുവൻ കാരണവും. പെട്ടെന്ന് അവൻ ശാന്തനാകാനും ശാന്തമായി എല്ലാ കുഴപ്പവും പരിഹരിക്കാനുമൊക്കെ തുടങ്ങിയപ്പോൾ അവൻ എല്ലാം കുഴപ്പവും പരിഹരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പിന്നെയും ധ്യാനത്തിലേക്ക് ഇങ്ങനെ കയറി വന്നു. ധ്യാനത്തിൻ്റെ അന്ന് വൈകുന്നേരം സമാപന നിമിഷമായപ്പോൾ അവൻ ഓടി വന്ന് സന്തോഷത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ മൊബൈൽ ഫോൺ ശബ്ദിച്ചപ്പോൾ എന്നെ പിടിച്ച് എന്നെ ഒഴിവാക്കാതിരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അവൻ സന്തോഷത്തോടെ പറയുകയാണ്, വർഷങ്ങളായി ഞാനൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. വർഷങ്ങളായി എൻ്റെ ജോലി മേഖലയിൽ ഒരു അനുഗ്രഹം എന്നെ തേടി വന്നില്ല. പക്ഷേ ദൈവവചനം കേൾക്കുവാൻ തുടങ്ങിയതിൻ്റെ ആദ്യ മണിക്കൂറിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു. അതെൻ്റെ ജോലി ശരിയായി, ഇനി അതിനെക്കുറിച്ചൊരാശങ്ക വേണ്ട എന്നുള്ള സന്ദേശമായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നീ സമയം മാറ്റിവെക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നീ കാതോർക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ, ദൈവത്തിൻ്റെ വചനം മനനം ചെയ്യാൻ നീ അല്പനേരം മാറ്റിവെക്കുമ്പോൾ നിൻ്റെ സ്വപ്നങ്ങൾ ആശീർവദിക്കപ്പെടുന്നു, ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നു, നിൻ്റെ ആഗ്രഹങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയൊഴുകുന്നു. അതുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് ഈ മണിക്കൂറിൽ കർത്താവിൻ്റെ തിരുവചനം കേൾക്കുവാനും കർത്താവിൻ്റെ തിരുവചനം ധ്യാനിക്കുവാനും കർത്താവിൻ്റെ തിരുവചനം പഠിക്കുവാനുമായി സമയത്തെ ചെലവഴിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ തിരുവചനം കേൾക്കുവാൻ അണഞ്ഞിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലമോന് എഴുതിയ ഒരു ചെറിയ ലേഖനത്തിൻ്റെ 19-20 വാചകമാണ്. ആ വാചകം നമുക്കിപ്രകാരം വായിച്ചു കേൾക്കാം. വിശുദ്ധ പൗലോസ്ലീഹ ഫിലമോൻ എഴുതിയ ലേഖനത്തിൻ്റെ 19-20 വാചകങ്ങൾ. പൗലോസ്ലീഹ എഴുതി വയ്ക്കുകയാണ്, പൗലോസായ ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതുന്നു. എല്ലാം ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ നീ തന്നെയും മുഴുവനായും എനിക്ക് കടപ്പെട്ടവനാണെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല. അതേ സഹോദര, കർത്താവിൽ നീ എനിക്ക് ഈ സഹായം ചെയ്തു തരിക. പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്, പൗലോസായ ഞാൻ എൻ്റെ സ്വന്തം കൈപ്പട കൊണ്ട് തന്നെ എഴുതുകയാണ്. എല്ലാം ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. പക്ഷേ നീ തന്നെ മുഴുവനായും എനിക്ക് കടപ്പെട്ടവനാണ് എന്ന് ഞാൻ എടുത്തു പറയുന്നില്ല എന്നേ ഉള്ളൂ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ റോമ നഗരത്തിലെ ഒരു കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ്ലീഹ തൻ്റെ സുവിശേഷ വേലയിൽ താൻ സ്നാനപ്പെടുത്തി വിശുദ്ധീകരിച്ച് വിശ്വാസത്തിൽ വളർത്തിയ ഫിലമോൻ എന്ന് പറയുന്ന ഒരു മകന് വളരെ സന്തോഷത്തോടെ കുറിച്ചു വെക്കുന്ന ഒരു കത്തിൻ്റെ
അവസാന നിമിഷങ്ങളിലെ 2 വാചകമാണിത്. പൗലോസ്ലീഹ പറയുകയാണ്, കടങ്ങളൊക്കെ ഞാൻ വീട്ടിക്കൊള്ളാം, പക്ഷേ നീ തന്നെ മുഴുവനായും എനിക്ക് കടപ്പെട്ടവനാണെന്ന് മറന്നു പോകരുത്. പൗലോസ്ലീഹ നമ്മൾ ഓർമ്മിപ്പിക്കുന്നൊരു സത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തിൻ്റെ വ്യാപാരങ്ങളും ഈ ലോകത്തിൻ്റെ വ്യവഹാരങ്ങളും ഈ ലോകത്തിൻ്റെ ബാധ്യതകളും കടകളും കടക്കണികളുമൊക്കെ എണ്ണിത്തിട്ടപ്പെടുത്താനും ആശങ്കപ്പെടാനും ആകുലപ്പെടാനും തിരിച്ചു വാങ്ങാനുമൊക്കെ വ്യഗ്രതപ്പെടുന്ന ഈ കാലത്ത് അതിനപ്പുറത്ത് നിൽക്കുന്ന ആത്മീയമായ ചില കടപ്പാടുകളുണ്ട്, ആത്മീയ മേഖലയിലെ ചില ബാധ്യതകളുണ്ട്. അതുകൂടെ അനുസ്മരിക്കുമ്പോഴാണ്, അതുകൂടെ പരിഹരിക്കുമ്പോഴാണ്, അതുകൂടെ അനുസ്മരിക്കുമ്പോഴാണ് ജീവിതത്തിൽ പരിഹാരമാവുന്നത്. ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലം പഠിക്കുമ്പോഴാണ് പൗലോസ്ലീഹ പറഞ്ഞതിൻ്റെ ആഴവും അർത്ഥവുമൊക്കെ നമുക്ക് മനസ്സിലാകുന്നൊരു സത്യം. പ്രിയപ്പെട്ടവരെ, ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് പൗലോസ്ലീഹ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ്. പൗലോസ്ലീഹ റോമാ നഗരത്തിൽ തടവുകാരനായി കിടക്കുമ്പോൾ ഒരു രാത്രി വളരെ വിചിത്രമായ മനുഷ്യക്കോലത്തോടെ ഒരു സാധു മനുഷ്യൻ പൗലോസ്ലീഹായെ തേടി വരികയാണ്. സുവിശേഷത്തെ പ്രതി തടവുകാരനായ പൗലോസ് റോമാ നഗരത്തിലെ കാരാഗ്രഹത്തിൽ ശാന്തമായി പ്രാർത്ഥനയിൽ ചെലവഴിക്കുമ്പോൾ പൗലോസിനെ തേടി ഒരു സാധു മനുഷ്യനെത്തുകയാണ്. ഈ സാധു മനുഷ്യൻ പൗലോസിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കൈകൂപ്പി പറയുകയാണ്, അങ്ങ് എന്നെ ഉപേക്ഷിക്കരുത്. പൗലോസ്ലീഹയ്ക്ക് ഈ മനുഷ്യനെ പരിചയമില്ല. പൗലോസിന് ഈ മനുഷ്യൻ്റെ വരവിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. പൗലോസ് ചോദിച്ചു, താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? ഉടനെ ഈ അടിമച്ചെറുക്കനായ ഒനേസിമോസ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, അങ്ങയുടെ ഉറ്റ ചങ്ങാതിയായ ഫിലമോൻ്റെ ഭവനത്തിലെ ഒരു അടിമ പണിക്കാരനാണ് ഞാൻ. ഫിലമോൻ എന്ന് കേട്ടപ്പോൾ പൗലോസ് ചോദിക്കുകയാണ്, അവൻ എനിക്ക് തരാൻ എന്തെങ്കിലും കത്തുകൾ തന്നു വിട്ടിട്ടുണ്ടോ? ഫിലമോനെക്കുറിച്ച് പൗലോസിന് വലിയ സന്തോഷമാണ്. ഉടനെ ഈ അടിമച്ചെറുക്കനായ ഒനേസിമോസ് പൗലോസ്ലീഹയോട് പറയുകയാണ്, ഞാൻ അങ്ങനെ ആ മനുഷ്യൻ്റെ ഭവനത്തിൽ നിന്നും എല്ലാം പറഞ്ഞിറങ്ങിയതല്ല. എനിക്കൊരു കൈപ്പിഴ സംഭവിച്ചു. ഞാൻ ആ മനുഷ്യൻ്റെ ഭവനത്തിൽ ഒരു വലിയ കവർച്ച നടത്തി എനിക്ക് പെട്ടെന്ന് ഭയം ബാധിച്ചു. അങ്ങേക്കറിയാമല്ലോ, ഞങ്ങളുടെ നാട്ടിൽ കവർച്ച നടത്തുന്നവൻ്റെ ശിക്ഷയുടെ ഗൗരവം എന്താണെന്ന് അങ്ങേക്കറിയാമല്ലോ. അവർ എന്നെ പിടിക്കും, അവർ എന്നെ പിടിച്ച് ഇരുമ്പ് ദണ്ട് പഴുപ്പിക്കും. ഇരുമ്പ് ദണ്ടുകൾ കൊണ്ട് എൻ്റെ നെറ്റിയിൽ ഒരിക്കലും മായാത്ത ഒരു മുദ്ര വെക്കും. ആ മുദ്ര പേറിയാൽ പിന്നെ ഞാൻ ശപിക്കപ്പെട്ടവനാണ്. ആ മുദ്രയും കൊണ്ട് ഞാൻ ചൂടേറുന്ന ഇരുമ്പ് ഖനികളിൽ ജീവിതത്തിൻ്റെ അവസാനം വരെ പണിയെടുക്കണം. ഇങ്ങനൊരു ശിക്ഷയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്കവിടെ നിൽക്കാൻ പറ്റിയില്ല. ജീവനും കൊണ്ട് സാധാരണ കവർച്ചക്കാർ ഓടി രക്ഷപ്പെടാറുള്ളതുപോലെ ഞാൻ ഈ റോമാ നഗരത്തിൽ അഭയം തേടിയതാണ്. ഉടനെ പൗലോസ് അവനോട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഉണ്ടെന്ന് നീ എങ്ങനെയാണ് അറിഞ്ഞത്? ഉടനെ ഒനേസിമോസ് പൗലോസിനോട് പറഞ്ഞു, അങ്ങയുടെ പ്രിയപ്പെട്ട ചങ്ങാതിയും എൻ്റെ യജമാനൻ്റെ ചങ്ങാതിയുമായ എപ്പിഫ്രാസ് എന്നോട് പറഞ്ഞു, അങ്ങ് ഇവിടെ ഒരു കാരാഗ്രഹത്തിലുണ്ട്. അങ്ങനെയാണ് ഞാൻ അങ്ങയെ കാണുവാനായിട്ട് വന്നത്. ഉടനെ പൗലോസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എപ്പിഫ്രാസ് നിന്നോട് എന്തൊക്കെയാണ് പറഞ്ഞു വിട്ടത്? പൗലോസ്ലീഹ ഈ ഒനേസിമോസിൻ്റെ സങ്കടങ്ങളെല്ലാം കേട്ടിട്ട് പൗലോസ്ലീഹ വളരെ സങ്കടത്തോടെ ഇരിക്കുന്ന ഈ മനുഷ്യൻ്റെ അരികിലേക്ക് വന്നിട്ട് അവന് ഭക്ഷണം വിളമ്പുകയാണ്. ഒനേസിമോസ് പറഞ്ഞു, ഇവിടെ എത്തിയപ്പോഴാണ് എൻ്റെ ഭയം വീണ്ടും വർദ്ധിച്ചത്. ഞാൻ ഈ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ നഗരത്തിലൊരു ശതാധിപൻ ആ മനുഷ്യൻ്റെ കൂടെയുള്ള കുറേ അടിമകളെ കൊല്ലുവാൻ കൊണ്ടുപോവുകയാണ്. അതുകൂടെ കണ്ടപ്പോൾ എൻ്റെ ഭയം വർദ്ധിച്ചു. ഇനി അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. അങ്ങനെ പറഞ്ഞയക്കരുത്, അങ്ങനെ കൊലയ്ക്ക് കൊടുക്കരുത്, അങ്ങനെ ചതിക്കരുത്. പൗലോസ്ലീഹ ഈ പ്രിയപ്പെട്ട മകൻ്റെ സങ്കടങ്ങൾ കേട്ടിട്ട് അവനോട് ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ ക്രിസ്തുവിനെ പരിചയപ്പെടുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ സുവിശേഷം കേൾക്കുകയാണ്. സുവിശേഷം കേട്ട് ക്രിസ്തുവിനെ പരിചയപ്പെട്ട്
3 ആഴ്ചകൾക്കൊടുവിൽ ഒനേസിമൂസിന് പൗലോസ് പരിശുദ്ധ മാമോദീസ കൊടുക്കുകയാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിൽ ഒനേസിമൂസിന് അപ്പനായി പൗലോസ് മാറുകയാണ്. അത് പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവനെ ശിഷ്യനാക്കി അവൻ്റെ കൂടെ ജീവിച്ച് വിശ്വാസത്തിൻ്റെ ആഴം പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം പൗലോസ് ഇവനെ വീണ്ടും ഫിലമോൻ്റെ ഭവനത്തിലേക്ക് അയക്കുമ്പോഴാണ് ഈ കത്തെഴുതണത്. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, എല്ലാം ഞാൻ തന്നു വീട്ടിക്കൊള്ളാം, പക്ഷേ നീ തന്നെ മുഴുവനായിട്ട് എനിക്ക് കടപ്പെട്ടവനാണെന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കണം. പൗലോസ് ലേഖ 2 കാര്യങ്ങളാണ് ഈ പ്രിയപ്പെട്ട ശിഷ്യനെ ഓർമ്മിപ്പിക്കുന്നത്. പൗലോസിനറിയാം, ഫിലമോൻ്റെ ഭവനത്തിൽ നിന്നും ഒരു വലിയ കവർച്ച നടത്തി പുറത്തേക്ക് പോയ ഈ അടിമച്ചെറുക്കൻ ഫിലമോൻ ഒരു ഭാരിച്ച ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ വിശ്വാസത്തിൽ അവന് കൂടെ ഇരുന്ന് അവന് സ്നാനം കൊടുത്ത് അവനെ ബലപ്പെടുത്തിയ പൗലോസിന് ഇനി അവൻ്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ആദ്യമേ പറഞ്ഞത്, ഒനേസിമൂസ് എന്ന് പറയുന്ന അടിമച്ചെറുപ്പക്കാരൻ നിനക്ക് വരുത്തി വെച്ച മുഴുവൻ ബാധ്യതകൾക്കും ഞാൻ പരിഹാരം ചെയ്യാം. പക്ഷേ ഒരു കാര്യം കൂടെ നീ ഓർക്കണം, ഈ പരിഹാരം ഞാൻ ചെയ്യുമ്പോൾ നീ തന്നെ എനിക്ക് കടപ്പെട്ടവനാണെന്നുള്ള ആത്മീയ ബാധ്യത കൂടെ നീ മനസ്സിലാക്കണം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞു വെച്ചതിൻ്റെ ചുരുക്കം ഇതാണ്. കർത്താവിൻ്റെ അരികിലേക്ക് വചനം കേൾക്കാൻ അണയുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നമ്മളിങ്ങനെ സ്നേഹിക്കുമ്പോൾ, ദൈവം നമുക്ക് സമ്പത്ത് തരുമ്പോൾ, ദൈവം നമുക്ക് അനുഗ്രഹം തരുമ്പോൾ, ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ മേൽഗതി വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു സത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ആത്മീയമായ ചില ബാധ്യതകൾ, ആത്മീയമായ ചില വ്യവഹാരങ്ങളിൽ നാം അനേകരോട് കടപ്പെട്ടിട്ടുണ്ട്. ഈ ഇടയ്ക്കൊക്കെ നമ്മുടെ പരിശുദ്ധ മാമോദീസായിൽ നമുക്ക് തലതൊട്ട് നമുക്ക് വേണ്ടി വിശ്വാസം ഏറ്റുപറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം. നമ്മുടെ ജ്ഞാനസ്നാന വേളയിൽ നമുക്ക് വേണ്ടി തിരികൾ കൈപിടിച്ച്, നമുക്ക് വേണ്ടി വിശ്വാസ പ്രമാണം ചൊല്ലി, നമുക്ക് വേണ്ടി പ്രാർത്ഥനകൾ ചൊല്ലി പൂർത്തിയാക്കിയ നമ്മുടെ തലതൊട്ടമ്മയെ ഓർക്കണേ. അവരെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ട് എത്ര കാലമായി. പരിശുദ്ധ മാമോദീസ തന്ന് എൻ്റെ ജീവിതത്തെ പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് ചേർത്ത് വെച്ച വൈദികരെയൊക്കെ ഓർത്തിട്ട് നമ്മൾ എത്ര കാലമായി. വിശ്വാസത്തിൽ നമ്മളിങ്ങനെ മുഴുവനായും കടപ്പെട്ടു നിൽക്കുന്ന അനേകരുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിൽ വളരെ പ്രധാനപ്പെട്ട മനുഷ്യരൊക്കെ ആത്മീയ ജീവിതത്തിൽ അവരെ ആഴപ്പെടുത്തിയവരോടുള്ള കടപ്പാടുകൾ സൂക്ഷിച്ചു എന്ന് നമ്മൾക്കറിയാം. ആത്മീയ ജീവിതത്തിൽ നമ്മളെ ബലപ്പെടുത്തിയ, നമ്മളെ ശക്തിപ്പെടുത്തിയ നമ്മുടെ പ്രിയപ്പെട്ടവരെയും കൂടെ നമ്മൾ ഓർക്കണം. ഒരുപക്ഷെ എനിക്ക് മാമോദീസ തന്ന് എന്നെ വിശ്വാസത്തിൻ്റെ വഴികളിലേക്ക് ചേർത്ത് വെച്ച വൈദികർ, ജീവിതത്തിൻ്റെ ചില നിർണായക നിമിഷങ്ങളിൽ എൻ്റെ ജീവിതത്തെ ഒന്ന് തിരിച്ചു പിടിക്കുമാറ് പരിശുദ്ധ കുമ്പസാരക്കൂട്ടിൽ മണിക്കൂറുകൾ എന്നെ കാത്തുവെച്ച് ഞാൻ ഇന്നായിരിക്കുന്നതിന് കാരണമായിരിക്കുന്ന ചില വൈദികർ, ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്നെ ഒരുമിച്ച് കൊണ്ടുപോയി ഒരു ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുചെന്നാക്കി എൻ്റെ ജീവിതത്തിൻ്റെ അഭിഷേകം തിരികെ തന്ന ചില മനുഷ്യർ, അങ്ങനെ 100 പേർ ആത്മീയമായി അവരോട് കടപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ ജീവിതമെന്ന് നമ്മൾ മറക്കരുത്. ബൈബിൾ വായിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന വെളിപാടിൻ്റെ ഓരോ അധ്യായങ്ങളും നമ്മൾ മറിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു സത്യമുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത ശക്തരും ധീരരുമായ മനുഷ്യരൊക്കെ ദൈവം അഭിഷേകം അനുഗ്രഹമാക്കി കൊടുക്കുവാൻ അവർക്ക് വേണ്ടി നിയോഗിച്ച മനുഷ്യരോട് വലിയ കടപ്പാടിലായിരുന്നു. നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലും 2-ാം പുസ്തകത്തിലും നമ്മൾ വായിക്കുന്ന ശക്തരായ 2 പ്രവാചകന്മാരുണ്ട്. ഇസ്രായേലിൻ്റെ വഴികളിൽ ദൈവം ശക്തമായ കാവലായി ദൈവത്തിൻ്റെ ശബ്ദം അറിയിച്ചു കൊടുക്കുവാൻ തിരഞ്ഞെടുത്ത 2 പ്രവാചകന്മാർ, ഏലിയ പ്രവാചകനും എലീഷ പ്രവാചകനും. ഏലിയ പ്രവാചകനിലൂടെ പ്രവാചക ദൗത്യത്തിലേക്ക് കാലെടുത്തു വെച്ച എലീഷ പ്രവാചകൻ തൻ്റെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളിലൊക്കെ, നിർണായക സമയങ്ങളിലൊക്കെ ഏലിയായെ കാണുവാൻ പോകുന്നുണ്ട്. ഏലിയായുടെ അഭിഷേകത്തിൽ നിന്ന് വീണ്ടും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കാൻ ഈ പ്രവാചകൻ ഓടിയടുക്കുന്നുണ്ട്.
രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൻ്റെ 1, 2, 3 അധ്യായങ്ങളിൽ നാം കാണുന്ന സുന്ദരമായൊരു രംഗമുണ്ട്. ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ ഒരുങ്ങുകയാണ്. ആ നിമിഷങ്ങളിൽ ഏലിയായുടെ തോളോട് തോൾ ചേർന്ന് ഏലിയായിൽ നിന്ന് കൃപ സ്വീകരിക്കാൻ, ഏലിയായുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണമെന്നുള്ളൊരു വാശിയോടെ എലീശ പ്രവാചകനും കൂടെയുണ്ട്. ഒടുവിൽ എലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശക്തിയായി നിലകൊണ്ട, ഏലിയായുടെ ജീവിതത്തിൽ നിന്നും ശക്തി കൈക്കൊണ്ട എലീശ പ്രവാചകൻ കാത്തു നിൽക്കുകയാണ്. തന്നെ വിശ്വാസത്തിൽ സ്നാനപ്പെടുത്തി, തന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് പ്രവാചക ധീരതയുടെ അഭിഷേകം ഈ മകൻ്റെ മേൽ കൈവച്ചു തന്ന ഏലിയ പ്രവാചകൻ്റെ തൊട്ടരികിൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. വിശ്വാസത്തിൽ നമ്മളെ ആഴപ്പെടുത്തിയൊരടിയിൽ ഇടയ്ക്ക് നമ്മൾ സന്ദർശിക്കാൻ ചെല്ലണം. അവരിൽ നിന്ന് കൃപ സ്വീകരിക്കണം. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതം പഠിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. കൊച്ചു ത്രേസ്യ പുണ്യവതിയെ അത്രമേൽ സ്വാധീനിച്ചതും, കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ദൈവവിളിയെ പരിപോഷിപ്പിച്ചതും, കൊച്ചു ത്രേസ്യ പുണ്യവതി ജീവന് തുല്യം സ്നേഹിച്ചതും അവളുടെ പ്രിയപ്പെട്ട അപ്പച്ചനെയായിരുന്നു. ലൂയി മാർട്ടിൻ എന്ന് പറയുന്ന അവളുടെ പ്രിയപ്പെട്ട അപ്പച്ചനെ കൊച്ചു ത്രേസ്യ പുണ്യവതി ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. പക്ഷെ ചെറുപ്പത്തിൽ തന്നെ ഒരു കന്യകാലയത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ വിശ്വാസത്തിൻ്റെ വിശുദ്ധിയുടെ അഭിഷേകം സിദ്ധിച്ച് ഒരു കന്യാസ്ത്രീയായി ജീവിതത്തിൻ്റെ അഭിഷേകം സിദ്ധിക്കണമെന്ന് ഈ പുണ്യവതിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ മഠത്തിൽ ചേർന്നപ്പോൾ കൊച്ചു ത്രേസ്യ പുണ്യവതിക്ക് അപ്പച്ചനെ കാണുവാൻ സാധിച്ചില്ല. നീണ്ട നാളുകൾ ഈ പുണ്യവതി അപ്പച്ചനെ കണ്ടില്ല. അപ്പച്ചൻ ഈ മകളെ അതിതീവ്രമായി സ്നേഹിച്ചിരുന്നു. അപ്പച്ചൻ ഈ മകളെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പാവം മനുഷ്യന് മകളെ പിരിഞ്ഞിരിക്കാൻ സാധിച്ചില്ല. ദിവസങ്ങൾ കടന്നു പോകുന്നു, ആഴ്ചകളും മാസങ്ങളും കടന്നു പോകുന്നു. ഈ പാവം മനുഷ്യൻ വിഷാദ രോഗത്തിലേക്ക് പോവുകയാണ്. കൊച്ചു ത്രേസ്യ പുണ്യവതി അപ്പനെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ അങ്കിള് കൊച്ചു ത്രേസ്യ പുണ്യവതിയെ കാണുവാൻ ഈ മഠത്തിൽ ചെല്ലുമായിരുന്നു. 1 തവണ, 2 തവണ, 3 തവണ ഈ പ്രിയപ്പെട്ട മകളെ കാണാൻ ചെന്നപ്പോൾ ഈ പ്രിയപ്പെട്ട മകള് 1 തവണ പോലും ഈ അപ്പച്ചനെക്കുറിച്ച് ചോദിച്ചില്ല. 3-4 തവണ ഈ മകളെ കണ്ടപ്പോൾ ഈ അങ്കിൾ കൊച്ചു ത്രേസ്യയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മോളെ, നീ എത്രമാത്രം സ്നേഹിച്ചിരുന്നതായിരുന്നു നിൻ്റെ അപ്പച്ചനെ? നിനക്ക് വിശ്വാസത്തിൻ്റെ ആഴം തന്ന് നിൻ്റെ കുഞ്ഞുനാൾ മുതൽ നിന്നെ മടിയിലിരുത്തി ഓമനിച്ച് ഉണ്ണിയേശുവിനെക്കുറിച്ചും ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും നിനക്ക് പാഠം പറഞ്ഞു തന്ന നിൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചൻ ഇപ്പോൾ എവിടെയുണ്ട്? അപ്പച്ചൻ ഭക്ഷണം കഴിക്കണുണ്ടോ? അപ്പച്ചന് സന്തോഷമാണോ? എന്തേ നീ ഇതൊന്നും അന്വേഷിക്കാതിരുന്നത്? ഉടനെ കൊച്ചു ത്രേസ്യ പുണ്യവതി പറയുകയാണ്, എൻ്റെ കുഞ്ഞുനാൾ മുതൽ എന്നെ വളർത്തിയതും വലുതാക്കിയതും എൻ്റെ ജീവിതത്തിൻ്റെ പരിശുദ്ധിക്ക് കാരണമായി, എൻ്റെ ജീവിതത്തിൻ്റെ അഭിഷേകത്തിന് കാരണമായി, ഞാൻ ഇന്നായിരിക്കുന്ന സന്തോഷത്തിന് കാരണമായി നിൽക്കുന്നത് എൻ്റെ അപ്പച്ചനാണെന്ന് അങ്കിള് പറയാണ്ട് എനിക്കറിയാം. പക്ഷേ ഞാൻ അപ്പച്ചനെ ഓർക്കുന്നില്ല എന്ന് അതിനർത്ഥമൊന്നുമില്ല. ഒരു കാര്യം മാത്രം എനിക്കറിയാം, അപ്പച്ചന് ഞാനൊരു സമ്മാനം കൊടുക്കും. ഞാൻ ജീവിതത്തിൽ ഒരു വിശുദ്ധയായി എൻ്റെ അപ്പച്ചന് ഞാനൊരു സമ്മാനം കൊടുക്കും. എനിക്കറിയാം എൻ്റെ അപ്പ കരയുകയാണ്. എനിക്കറിയാം എൻ്റെ അപ്പച്ചന് സങ്കടമാണ്. എനിക്കറിയാം എൻ്റെ അപ്പച്ചന് എന്നെ കാണാത്തതിൽ വലിയ മാനസിക വിഷാദമുണ്ട്. പക്ഷേ ഒരു വിശുദ്ധയായിട്ടാണ് ഞാൻ എൻ്റെ അപ്പച്ചന് സമ്മാനം കൊടുക്കുക. ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ അറിയുന്നു, കൊച്ചു ത്രേസ്യ പുണ്യവതി വിശുദ്ധനാകുന്നു, ലൂയി മാർട്ടിൻ വിശുദ്ധനാകുന്നു. ഈ വിശുദ്ധർ തമ്മിൽ ആഴമായൊരു ആത്മീയ ഐക്യമുണ്ട്. അതൊരപ്പനും മകളും എന്നതിനുപരി വിശുദ്ധിയുടെ കാര്യത്തിൽ, പ്രാർത്ഥനയുടെ കാര്യത്തിൽ, ആത്മീയ അനുഭവത്തിൻ്റെ കാര്യത്തിൽ ഇവർക്കുണ്ടായിരുന്ന വലിയൊരു ചർച്ചയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിശ്വാസത്തിൽ നമ്മളെ സ്ഥൈര്യപ്പെടുത്തുന്നവരെ ഓർക്കുകയും കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ ഫിലമോനോട് ഓർമ്മിപ്പിച്ചത് മറക്കരുത്. ക്രിസ്തു തന്നെയും ചെയ്തൊരു മഹാപുണ്യമുണ്ട്. മനുഷ്യനായി അവതരിച്ച് ഈ ലോകത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ അവനെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താൻ ജോർദാൻ നദിയുടെ തീരത്ത് വെച്ച് അവൻ്റെ ശിരസിൽ ജലമൊഴിച്ച് സ്നാനപ്പെടുത്തിയ സ്നാപകനെ അവൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ അവൻ അനുസ്മരിക്കുമാറായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 35 മുതൽ വായിച്ചാൽ
അവിടെ നാം കാണുന്ന ഒരു വലിയ സത്യമുണ്ട്. ഈശോ പറയുകയാണ്, സ്നാപകനെക്കുറിച്ച് അവൻ ഇങ്ങനെ വാദോരാതെ സംസാരിക്കുകയാണ്. ഒടുവിൽ അവൻ പറയുകയാണ്, കത്തിജ്വലിച്ച ഒരു വിളക്കായിരുന്നു അവൻ. ജീവിതത്തിൽ ഒരു വിളക്ക് പോലെ എരിയുവാൻ അവനെ ശക്തിപ്പെടുത്തിയ സ്നാനത്തിൻ്റെ അഭിഷേകം അവൻ്റെ കൈകളിലേക്ക് വന്നത് സ്നാപകനിലൂടെയായിരുന്നു. ആ സ്നാപകനെക്കുറിച്ചാണ് ഈശോ പറഞ്ഞത്, അവൻ കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വീണ്ടും ഇതേ സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. ഈശോ തന്നേറെ സ്നേഹിച്ചിരുന്ന, തന്നെ സ്നാനപ്പെടുത്തിയ, തനിക്ക് മുന്നോടിയായി സ്വർഗമയച്ച സ്നാപകനെക്കുറിച്ച് പറയുകയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. ഈശോയുടെ വലിയൊരു മാതൃക നാം മറന്നു പോകരുത്. കൊച്ചുത്രസ്യ പുണ്യവതി ഓർമ്മിപ്പിച്ചത് നാം മറന്നു പോകരുത്. എലീശ പ്രവാചകൻ്റെ വിവേകം നമ്മൾ മറക്കരുത്. ശരി പ്രിയപ്പെട്ടവരെ, ആത്മീയ മേഖലയിൽ നമ്മൾ കടപ്പെട്ടവരാണ്. ആത്മീയ വ്യവഹാരങ്ങളിൽ നാം കടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ സായാഹ്നം എത്തുമ്പോഴേക്കും ആത്മീയമായി കടപ്പെട്ടവരെ കൂടെ നമ്മൾ ഓർക്കണമേ. വിശുദ്ധ പാദ്ര പിയോ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ രോഗക്കിടക്കയിൽ വിശ്രമിക്കുകയാണ്. ജീവിതം മുഴുവൻ ആ മനുഷ്യന് സഹനമായിരുന്നു. കർത്താവിൻ്റെ പഞ്ചക്ഷതങ്ങൾ ശരീരത്തിൽ സ്വീകരിച്ച് രോഗക്കിടയിൽ മരണത്തോടടുത്ത് കാത്തു നിൽക്കുമ്പോൾ ടിനോ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ പാദ്ര പിയോയെ തേടി വരുന്നുണ്ട്. ഒരുപാട് അലഞ്ഞ്, ഒരുപാട് തിക്കിലും തിരക്കിലും പെട്ട്, ഒരുപാട് നാൾ കാത്തിരുന്ന് ഒടുവിൽ പാദ്ര പിയോയുടെ കട്ടിലിൻ്റെ അരികിൽ വന്നിട്ട് ഈ ടിനോ അദ്ദേഹത്തോട് പറയുകയാണ്, ഗുരു, അങ്ങാണ് ഞാനിപ്പോൾ ആയിരിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാരണം. ജീവിതം പാതി വഴിയിൽ വെച്ച് അസ്തമിക്കും, ഏതാണ്ട് അവസാനിച്ചു എന്നെത്തിയ ഒരു നിമിഷാർദ്ധത്തിൽ ഒരു ദൈവപുരുഷനെ പോലെ എന്നെ തേടി വന്നതും എന്നെ കേട്ടിരുന്ന് എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിർണയിച്ചതും ഒടുവിൽ എൻ്റെ ജീവിതത്തെ അണച്ചു പിടിച്ച് വിശുദ്ധീകരിച്ചതും അങ്ങായിരുന്നു. അങ്ങയുടെ അരികിൽ അന്ന് കുമ്പസാരിച്ച നാൾ മുതൽ എൻ്റെ ജീവിതത്തിന് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളുടെ നീണ്ട നിര എന്നെ തേടി വന്നിരുന്നു. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങായിരുന്നു എൻ്റെ ജീവിതത്തിൽ ദൈവമയച്ച പ്രവാചകൻ. അങ്ങയുടെ ജീവിതത്തിൻ്റെ സായാഹ്നം അറിഞ്ഞ്, അങ്ങയുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ അറിഞ്ഞ്, അങ്ങയുടെ ജീവിതത്തിൻ്റെ രോഗപീഠകൾ അറിഞ്ഞ് ഒരു വേള നന്ദി പറയാനായി ഞാൻ വന്നതാണ്. പാദ്ര പിയോ സ്നേഹത്തോടെ ഈ ടിനോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ നെറ്റിയിൽ ചുംബിച്ചിട്ട് പറയുകയാണ്, മകനെ, ഇത് ദൈവഹിതാനുസരിച്ചുള്ള ഒരു പ്രവൃത്തിയാണ്. ജീവിതത്തിൽ ആത്മീയമായി കടപ്പെട്ടവരെ അനുസ്മരിക്കുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നൊരു പുണ്യപ്രവൃത്തിയാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലമോനോട് പറയുകയാണ്, നീ മുഴുവനായും എനിക്ക് കടപ്പെട്ടവനാണെന്ന് മറക്കരുത്. ഞാനത് എടുത്തു പറയുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ നീ മറക്കരുത്, ജീവിതം മുഴുവൻ നീ എനിക്ക് കടപ്പെട്ടവനാണ്. ഒനേസിമൂസ് നിനക്ക് വരുത്തി വെച്ച സങ്കടവും ബാധ്യതകളും ഞാൻ തന്നെ തന്നു വീട്ടിക്കൊള്ളാം, പക്ഷേ അതിനപ്പുറത്ത് നിൽക്കുന്ന ഒരാത്മീയ ബാധ്യതയെക്കുറിച്ച് നീ മറക്കരുത്. കാരണം നീ എൻ്റെ സുവിശേഷ വേലയിലെ പ്രിയപ്പെട്ടൊരു ശിഷ്യനാണ്. നീ ആയിരിക്കുന്നതൊക്കെയും എന്നോട് കടപ്പെട്ടിട്ടുള്ളതാണ്. ആത്മീയമായ ചില വ്യവഹാരങ്ങളിൽ കടപ്പെട്ടിരിക്കുന്നവരെ മറക്കരുത്. അതുകൊണ്ട് ഈ തിരുവചനത്തിൻ്റെ മണിക്കൂറിൽ ഈശോയിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, ജീവിതത്തിൻ്റെ വഴികളിൽ എവിടെയൊക്കെയോ ആത്മീയമായി നമ്മളെ ബലപ്പെടുത്തിയ അനേക മനുഷ്യരുണ്ട്. അത് വൈദികരാകാം, സമർപ്പിതരാകാം, അൽമായരാവാം, എന്തുമാവട്ടെ, അവരൊക്കെയും നമുക്ക് വലിയ ഓർമ്മ സൂക്ഷിക്കേണ്ടവരാണ്. അവരൊക്കെയും നമ്മുടെ ഓർമ്മകളിൽ ശക്തമായി നിറയേണ്ടവരാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ മറക്കരുതേ. അവരെ സന്ദർശിക്കാൻ നമ്മൾ മറക്കരുതേ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏലിയായുടെയും എലീഷായുടെയും ചങ്ങാത്തം പോലെ, സ്നാപകൻ്റെയും യേശുവിൻ്റെയും ചങ്ങാത്തം പോലെ, കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെയും ലൂയി മാർട്ടിൻ എന്ന വിശുദ്ധൻ്റെയും ആത്മീയ സൗഹൃദം പോലെ, പാദ്ര പിയോയുടെയും ടിനോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെയും വിശുദ്ധ സൗഹൃദം പോലെ നമ്മളെ ബലപ്പെടുത്തിയവരെ ഹൃദയപൂർവ്വം അനുസ്മരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അഭിഷേകത്തെ വർദ്ധിപ്പിക്കും. ആ ഒരു ചിന്ത ശക്തമായി നമ്മളിൽ നിറയട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.